കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോകണ്ടേ? എല്ലാവരും വരും കേട്ടോ, ഗുരുവായൂരപ്പനെ കാണാം. ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തിരക്കുകളൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കണ്ട് തൊഴുത് നേരെ അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് വരുമ്പോൾ ആ ചുവരിൻ്റെ ചെറിയ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനന്തശയനത്തിൻ്റെ വിഗ്രഹം കാണാം. അതും കണ്ട് തൊഴുത് അങ്ങനെ നേരെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് നമ്മൾ നേരെ വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠം, അതായത് നാരായണീയം എഴുതാൻ ഇരിക്കുമ്പോൾ ഇരുന്നിരുന്ന, അതേപോലെ ഭജനയൊക്കെ ഇരുന്നിരുന്ന ആ പീഠമാണ്. അതേപോലെ ആ കിടാവിളക്കൊക്കെ കാണാം. വലതേ വശത്തെ ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ ആ തൂണും നോക്കി തൊഴുത് നമ്മൾ നേരെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നിറയെ പ്രകാശം, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ വിളക്കിൽ നെയ്യൊഴിച്ചിങ്ങനെ നെയ്ദീപത്തിൻ്റെ ആ നാളങ്ങളിങ്ങനെ ആടി കളിക്കുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണാം. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ നമ്മൾ ആ ചതുർബാഹുവായ വിഗ്രഹത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ണിയുടെ കാൽപാദങ്ങൾ കാണാണ്ട്, കാൽ തളകൾ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ കാലിങ്ങനെ പിണച്ചു വെച്ചിട്ടുണ്ട്. ചെറിയൊരു ഉണ്ണിയാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ അരയിൽ അരമണി ചാർത്തിയിട്ടുണ്ട്. ആ കിങ്ങിണി ഇങ്ങനെ, കിങ്ങിണിയുടെ അങ്ങനെ ഞാന്ന് കിടക്കുന്നുണ്ട് ആ 3 നൂലുകൾ തുടര മുകളിലേക്കൊക്കെ. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കിയാൽ മാറത്തെ ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, ഒരു വളയം പോലത്തെ മാല, അതേപോലെ കൈവളകൾ കാണാനുണ്ട്, തോൾവളകൾ കാണാനുണ്ട്. 2 കൈ കൊണ്ടും ഒരു പൊന്നോടക്കുഴൽ ഇങ്ങനെ പിടിച്ച് ആ ചുണ്ടോട് ചേർത്ത് പിടിച്ച് വേണുഗാനം പൊഴിക്കുകയാണ്. അപ്പോൾ അതാണ് ആ ഒരു കാഴ്ച. വളരെ മനോഹരമായിട്ട് നല്ല പുഞ്ചിരിയോട് കൂടിയിട്ടാണ് മുരളി ഊതുന്നത്. അത് നല്ലൊരു രസമായ കാഴ്ച. അതാണ് ആ ദീപനാളങ്ങളൊക്കെ ആ പാട്ടിനനുസരിച്ച് താളം ചവിട്ടുകയാണെന്ന് പറയാം. അങ്ങനെ മുകളിൽ പൊന്നിൻ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 തിരുമുടിമാല ഉണ്ട്. തെച്ചി, തുളസി, വെളുത്ത പൂവ്, അതേപോലെ വെളുത്ത പൂവ്, തുളസി, അങ്ങനെയുള്ള 2 എണ്ണം. അതേപോലെ ഉണ്ടമാലയുണ്ട്. ഉണ്ടമാലയും 2 എണ്ണം തന്നെ. അതും തന്നെ വെളുത്ത പൂവും തുളസിയും തെച്ചിയായിട്ടുള്ള അതേപോലത്തെ. പിന്നെ വിധാനമായിട്ട് 3-4 ഉണ്ടമാലകൾ മുകളിൽ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ആ സോപാനപ്പടിയിൽ നിന്ന് വേണുഗോപാലിനെ കാണുകയാണ്, മുരളീധരനെ കാണുകയാണ്. നന്നായിട്ട് ആ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചോളൂ. എല്ലാവരുടെയും മനസ്സിപ്പോൾ സോപാനപ്പടിയിൽ നിന്ന് ശ്രീലകത്തേക്ക് നോക്കുന്ന ആ ഒരു മനസ്സായിട്ടിക്കോട്ടെ. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ തൊഴുത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ അഗ്നികോണിലുള്ള ആ ബലിക്കല്ലും ഭഗവാന്റെ തിടപ്പള്ളി, അതേപോലെ ആ ചുവരിൻ്റെ മുകളിലത്തെ ചെറിയ ആലിലക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ സപ്തമാതാക്കളുടെ അവിടെ വരാം. അവിടെ വന്ന് തൊഴാം. പ്രാർത്ഥിച്ച് അവിടുന്ന് പോരുമ്പോൾ നേരെ ഗണേശൻ്റെ അവിടെ വരിക. ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. അവിടെ നിന്ന് ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. കൊമ്പ്, തുമ്പിക്കൈയൊക്കെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. അങ്ങനെ താഴെ വരെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ ഒരു പൗണ്ട് ഉടുപ്പിച്ചിട്ടുണ്ട്. ഒരു കദളിപ്പഴം വെച്ചിട്ടുണ്ട്. കിരീടം വെച്ചിട്ടുണ്ട്. ധാരാളം മാലകളുണ്ട്. അപ്പോൾ നമുക്ക് ഗണേശനെ പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയ്ക്ക് നോക്കുക. സരസ്വതി ദേവിനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ തൊഴുത് വന്ന് ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെ കണ്ട് തൊഴാം. പിന്നെ മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിരി അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. എന്നിട്ട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് അനന്തശായിയായ അനന്തപത്മനാഭൻ്റെ അടുത്ത് വരിക. അവിടെ വന്ന് തൊഴാം. അവിടെ നിന്ന് താമരമാല ഉണ്ട്. അതേപോലെ വെളുത്ത പൂവിൻ്റെ, മുല്ലപ്പൂവിൻ്റെ മാല ഉണ്ട്. പാരിജാതത്തിൻ്റെ ചെറിയ ഇതുണ്ട്. അങ്ങനെയൊക്കെ പാടുള്ള ഒരു കാഴ്ച. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക. സാഷ്ടാംഗം നമസ്കരിക്കുക.
നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയാൽ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അത് കണ്ട് തൊഴുത് ഭീഷ്മർ ശരശയ്യയെ കിടക്കുന്നത് കാണാം. അതും കണ്ട് നമ്മൾ വീണ്ടും ഭഗവാന്റെ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, ഭാർഗവരാമൻ, ശ്രീകൃഷ്ണനെയൊക്കെ കണ്ട് തൊഴുത് മുരുകനെയും കണ്ട് തൊഴാം. അവിടെ ഭസ്മാഭിഷേകമൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. പിന്നീട് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക, ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് മാലകളുണ്ട്, കുങ്കുമമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ തൊഴുത് അവിടുന്ന് വരുമ്പോൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. പിന്നെ മണിക്കിണറും ഭഗവാന്റെ നൃത്താറിയും കെടാവിളക്കൊക്കെ കണ്ട് തൊഴുത് അടുത്ത ഭാഗത്തേക്ക് എത്തുമ്പോൾ കുറൂരമ്മി, നാരദരി, മേൽപ്പത്തൂരിനി, വസുദേവരൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വരാം. അങ്ങനെ പുറത്തേക്ക് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടുന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ നമ്മുടെ മുന്നിലെത്തിയാൽ കുറച്ചൊക്കെ തിരക്കുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഗോളക തന്നെയാണ്. പിന്നെ നല്ല പട്ടൊക്കെ ഞൊറിഞ്ഞു ഉടുപ്പിച്ചിട്ടുണ്ട്. ധാരാളം അർച്ചനപ്പൂക്കളുണ്ട്, മാലകളുണ്ട്. തെച്ചിപ്പൂവിൻ്റെ മാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അമ്മയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ വെച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. അത് കഴിഞ്ഞ് അവിടുന്ന് വന്ന് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാല് പിണച്ചു വെച്ച് വേണുഗാനം പൊഴിക്കുന്ന ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അങ്ങനെ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് പോകുന്നു നേരെ പടിഞ്ഞാറ് നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറ് നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥക്കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ചെറിയ ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ട് തൊഴുത് നേരെ ഭഗവതി നടയിലും കിഴക്കേ നടയിലും വന്ന് തൊഴുത് തെക്കേ നടയിലേക്ക് വന്ന് കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീദേവിനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.